ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ബിജോയ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്ത കാര്യമാണ്. പക്ഷേ ഇത് കേൾക്കുമ്പോൾ, ഞാൻ ഈ കാര്യം കേൾക്കുമ്പോൾ നിനക്ക് ചെയ്തൂടെ എന്നുള്ള ആ കമൻറ്റ് വരാം, പിന്നെ നെഗറ്റീവ് കമൻറ്റ്സ് വരാം. അത് ഞാൻ നോക്കുന്നില്ല. പിന്നെ ചിലവർക്ക് ഇത് കേൾക്കുമ്പോൾ അയ്യേ എന്നുള്ള ഒരു അറപ്പ് വരാം. അതൊന്നും ഞാൻ നോക്കുന്നില്ല. ഓക്കെ, നമ്മളിപ്പോൾ മറ്റുള്ളവരുടെ ഒരു കാറ്റഗറി നോക്കാതെ നമ്മൾ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നത് എന്തിനാ? ഞാൻ ഇപ്പോൾ ഫിനാൻസ് ഇങ്ങനത്തെ ആ ഒരു കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ഇന്ന് ഞാനൊരു ബിസിനസ് ഐഡിയയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ ഒരു വീട്ടമ്മമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ അല്ലാത്തവർക്കും ചെയ്യാം. ഇപ്പോഴത്തെ എൻ്റെ ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള തലമുറയിലുള്ള പിള്ളേരുടെ അടുത്ത് പറഞ്ഞാൽ, ഇത് പെൺപിള്ളേരായാലും ശരി ആൺപിള്ളേരായാലും ശരി, അവർക്കൊന്നും ആ ഒരു ടൈപ്പ് ഇതിനോട് ഒരു വൃത്തികേടായിട്ടേ തോന്നുള്ളൂ. അത് ഞാൻ എന്താണ് കാര്യമെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ എഗ്ഗ്, അതായത് മുട്ടയെന്ന് പറയുന്ന മുട്ടയെങ്കിൽ മുട്ട. ഓക്കെ, നമ്മുടെ അവിടെ മുട്ട. അപ്പോൾ ഈ മുട്ടയെങ്കിൽ മുട്ടയുടെ കച്ചവടമാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ട കച്ചവടം ഓരോരുത്തരും ഇങ്ങനെ നടന്ന് ചെയ്യാറുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടാണ്. അപ്പോൾ ഇത് ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്നാമത്തായിട്ട് വേണ്ടത്, നിങ്ങൾക്ക് 9,000 രൂപ കറക്റ്റ് ഒരു മാസം കിട്ടും ലാഭമായിട്ട്. ഓക്കെ, അപ്പോൾ കൂടുതലായിട്ടൊന്നുമല്ല, ഒരു ചെറിയൊരു ബിസിനസ്സായിട്ട് നിങ്ങൾക്ക് റൺ ചെയ്യിക്കാം. അപ്പം എമൗണ്ട് കൂടുതലുള്ളവർക്ക് വലിയ രീതിയിൽ റൺ ചെയ്യിപ്പിക്കാം. ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ബേസിക് ആയിട്ടുള്ളതാണ്. ചിലവർക്ക് വസ്തുവൊക്കെ, ഇപ്പം ഞാൻ നാട്ടിൻപുറമാണ്. അപ്പം നാട്ടിൻപുറത്തുള്ളവർക്ക് കുറച്ച് വസ്തുവൊക്കെ ഉണ്ടാവാം, ഇല്ലെങ്കിൽ ആ ചുറ്റുപാടും വലിയ വിഷയമില്ല. ഇപ്പോൾ സിറ്റിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ സീൻ വരും, പ്രശ്നം ഉണ്ടാവും. ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു 100 കോഴിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഓക്കെ, 100 കോഴി. അപ്പോൾ ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. 120 ഗുണം ഇൻറ്റു, ഓക്കെ, അതായത് ഞാനൊരു കോഴിക്ക് 120 രൂപ വെച്ചാണ് കൂട്ടിയത്. അപ്പോൾ 100 രൂപ ഈക്വൽസ് 12,000 രൂപ എനിക്ക് കോഴിക്കായി. ഓക്കെ, ഈ കോഴി മുട്ടയിടാൻ വേണ്ടിയിട്ട് ചില കോഴികൾ ഇതിൻ്റെ ഒരു കാറ്റഗറി ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു കാറ്റഗറി അപ്പോൾ അനുസരിച്ച് ഒരു 5 മാസം വയ്ക്കുക. അപ്പോൾ 5 മാസത്തെ ഫുഡ് നമ്മുടെ കയ്യിൽ നിന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, നമുക്ക് വേറെ വരുമാനമൊന്നും കിട്ടില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഞാൻ 100 മുട്ട വെച്ചിട്ടുള്ള ഡെയിലി കാൽക്കുലേഷനാണ്. നമ്മൾ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പോലെ ഇതിനെ വിൽക്കാം. അതായത് നമ്മുടെ സ്കില്ലിനനുസരിച്ചാണ്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഓർഗാനിക് മുട്ട, അതായത് നിങ്ങളൊരു ബ്രാൻഡായിട്ട് എന്ത് ചെയ്യുക, തുടങ്ങാമെന്ന് വയ്ക്കുക. അതായത് ഇപ്പോൾ എനിക്ക് ഉദാഹരണം, ഇപ്പോൾ എൻ്റെ പേര് ബിജോയ് ഓർഗാനിക് എഗ്സ് എന്നുള്ളത്, ഓർഗാനിക് മുട്ടകൾ. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിനെ നിങ്ങൾ ആ മുട്ടയെ നമുക്ക് കിട്ടുക, ഞാൻ ഇപ്പോൾ മുട്ട കിട്ടണ കാര്യം പറയുന്നത്. അപ്പോൾ മുട്ട കിട്ടിയിട്ട് നിങ്ങളൊരു 6 മുട്ട എടുത്ത് ഒരു ട്രേയിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് പാക്ക് ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, കാണുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട്, ഇത് വച്ചോട്ടെ എന്നുള്ളത് അവരുടെ അടുത്ത് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയെന്ന് അവരുടെ അടുത്ത് ഇങ്ങനെ എന്ത് ചെയ്യുക, ചോദിക്കുക. അപ്പോൾ കുറേ പേര് ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടെങ്കിലും ചിലവരത് എടുക്കും. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഓൺലൈനായിട്ടല്ല, മുട്ട ഓൺലൈനായിട്ട് സെയിലിങ് അത് പാടാം. അപ്പോൾ ഓഫ്ലൈനായിട്ട് ഓരോ കടകളിൽ ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എല്ലായിടവും ചോദിച്ച് വയ്ക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാൻഡായിട്ട് റൺ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ലോക്കൽ ഷോപ്പുകളിൽ കയറിയിട്ട് മുട്ട എടുക്കാൻ, എങ്ങനെ മുട്ട ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും, എടുക്കും. നമ്മുടെ ഇവിടെ 8 രൂപ 9 രൂപ റേഞ്ചിനാണ് മുട്ട നമുക്ക് വാങ്ങാൻ കിട്ടുന്നത്. പക്ഷെ നമ്മളെ അവർ 6 രൂപയ്ക്കാണ് എടുക്കുന്നത്. ഓക്കെ, ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇപ്പം 100 കോഴി നിങ്ങൾ വാങ്ങിച്ചു. ഇപ്പം മുട്ട ടൈപ്പ് കോഴിയുണ്ട്, മറ്റേ ഒരു മുട്ട ഇടാൻ വേണ്ടി മാത്രം ജനറേറ്റ് ചെയ്തെടുക്കുന്ന കോഴി. ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മുടെ നാടൻ കോഴിയുണ്ട്. അത് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 100 മുട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 120 കോഴിയെങ്കിലും വളർത്തുക. ഓക്കെ, പിന്നെ മെയിൽ വേറെയാണ്. കാരണം നമുക്ക് റൗണ്ട് ആയിക്കിട്ട് എല്ലാ ദിവസവും ആ നാടൻ കോഴികൾ കറക്റ്റായിട്ട് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ എണ്ണം തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഓഫിനാണ് ഞാൻ ഈ 120 പറഞ്ഞത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. 100 മുട്ട ഞാൻ 6 രൂപയ്ക്ക് വിറ്റു. 6 രൂപയ്ക്ക് വിറ്റ് കഴിഞ്ഞാൽ എനിക്ക് 600 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. അതിന് ഞാൻ 30 വെച്ചിട്ട് ഗുണിക്കുകയാണ്. 30 ദിവസം, അതായത് എനിക്ക് എങ്ങനെയാണ് 600 രൂപ ഒരു ദിവസം കിട്ടുന്നു. അപ്പോൾ 30 ദിവസം ഞാൻ ഈക്വലും അടിക്കുമ്പോൾ എനിക്ക് 18,000 രൂപയാണ് വരുന്നത്. അതായത് എനിക്ക് അതിൽ നിന്ന് വിറ്റ് വരുന്ന പൈസ 18,000 രൂപയാണ്. ഇതിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഭാഗം 2 കൊടുക്കുന്നു, അതായത് ഡിവൈഡഡ് ബൈ 2 എന്ന് കൊടുക്കുകയാണ്. അതിന് 9,000 രൂപയാണ് എനിക്ക് വരുന്നത്. അപ്പം ഞാൻ
നമ്മുടെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ അവിടെ അതായത് സ്വന്തമായിട്ട് തന്നെയാണ് 50 കോഴീനെയാണ് വളർത്തിയിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, വെളിയിലൊക്കെ ഇങ്ങനെ ഓരോ കടകളിലൊക്കെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഒരു ചെറിയൊരു പ്രശ്നങ്ങൾ ഇത് നേരിട്ടത് കൊണ്ട് ആ ഒരു സംരംഭം ഞാൻ നിർത്തേണ്ട വന്നു. അത് ഒന്നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാർട്ട് ചെയ്തിരുന്ന എന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അതിൽ കൂടെ നടക്കും, ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ ഉള്ള ലോക്കൽ ഷോപ്പുകളിൽ തന്നെ നമുക്ക് എല്ലാം സെയിലായി പോകുന്നുണ്ട്. നമുക്കതുകൊണ്ട് ലാഭമേ ഉണ്ടായിട്ടുള്ളൂ. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ നോക്കേണ്ട ഒരു ലൊക്കാലിറ്റി കണ്ടുപിടിക്കണം. മനസ്സിലായില്ലേ? നമുക്കിപ്പോൾ വീട്ടിൽ 100 വളർത്താൻ പറ്റില്ല. ഇത് നമ്മളൊരു പ്രോപ്പറായിട്ട് വളർത്തുകയാണെങ്കിൽ സ്മെല്ലൊന്നും വരത്തില്ല. അതായത് പ്രോപ്പറായിട്ട് വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരപ്പൊടി ആ ഒരു കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് കൊടുക്കാം. ഓക്കെ, വെള്ളം നമുക്ക് വീട്ടിലുണ്ടാവുമല്ലോ. പൈപ്പ് കണക്ഷനെങ്കിൽ പൈപ്പ് കണക്ഷൻ, ഇല്ലെങ്കിൽ കിണറെങ്കിൽ കിണർ, അതുണ്ടാവും. പിന്നെ തീറ്റ എന്ന് പറയുമ്പോൾ ഈ കോഴി വളർത്തുന്നതിൻ്റെ നേര് പകുതി ഇപ്പം ഞാൻ വളർത്തിയെന്ന് പറഞ്ഞാൽ വീട്ടിൽ വളർത്തിയതിൻ്റെ കറക്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറഞ്ഞത്. നമുക്കൊരു കറക്റ്റ് പകുതി എമൗണ്ട് നമ്മൾ വളർത്തുന്ന ആ ജീവികൾക്ക് ആകും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് വെച്ചിട്ട് എന്താ പറയുക, വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറഞ്ഞ വിലയ്ക്കൊക്കെ അരി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതായത് റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അവരെന്ത് ചെയ്യും, അവർ യൂസ് ചെയ്യില്ല. അതിനെന്ത് ചെയ്യും, അവർ ചെറുതായിട്ട് ഇങ്ങനെ ചെറു വിലയ്ക്ക് വിൽക്കും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് വാങ്ങിക്കുക. ഇതൊക്കെ എന്ത് ചെയ്യുക, ഇതിന് ഒരു ഗ്യാപ്പിലുള്ള ഫുഡായിട്ട് അതിന് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ചോളം തീറ്റയൊക്കെ വാങ്ങിക്കൊടുക്കാനായിട്ടുള്ളത്. അതിൻ്റെ ഫുഡുണ്ടാവും, അത് നമ്മൾ വാങ്ങിക്കൊടുക്കണം. അതിനേതാണ്ട് ഈ കോഴിയുടെ നമ്മൾ കിട്ടുന്നതിൻ്റെ വരുമാനത്തിൻ്റെ പകുതി വേണം. അതായത് 18,000 രൂപ നമുക്ക് കിട്ടുകയാണെങ്കിൽ 9,000 രൂപ കോഴിക്ക് ചിലവാക്കണം, 9,000 നമ്മുടെ കയ്യിലാണ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഇപ്പോൾ 600 രൂപ ഒരു ദിവസം കിട്ടുകയാണെങ്കിൽ 300 രൂപ കോഴിക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഓക്കെ, പിന്നെ ഫുഡ് നിങ്ങൾക്ക് അങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചുരുക്കി വരികയും ചെയ്യാം. ഇതൊരു സിമ്പിൾ മെത്തേഡാണോ എന്ന് ചോദിച്ചാൽ സിമ്പിൾ മെത്തേഡാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒന്നാമത്തെ കാര്യം സ്ഥലം വേണം. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു മനസ്സ് വേണം. പിന്നെ കോഴിയുടെ പിറകെ എപ്പോഴും നടക്കണ്ട, നീ മുട്ട ഇട്ടോ അങ്ങനെ ചോദിച്ചിട്ട് നടക്കണ്ട, അത് ഇട്ടോളും, സമയമാകുമ്പോൾ അത് ഇട്ടോളും. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇത് ചുറ്റുവട്ടം നന്നായിരിക്കണം, പിന്നെ സ്മെല്ലുണ്ടാവാൻ പാടില്ല. പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു കോസ്റ്റ് വരുന്നുണ്ട് 12,000. എനിക്കൊന്ന് തോന്നുന്നു ഒരു 20-25 റേഞ്ചെങ്കിലും വേണ്ട വരും. കാരണം 5 മാസമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, തീറ്റ നമ്മൾ കയ്യിൽ നിന്നാണ് കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ വേറൊരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു 120 രൂപയ്ക്ക് ഒരു കോഴി വാങ്ങിച്ചു. അതിനെന്തായാലും ഒരിരട്ടിയും കൂടെ വെയിറ്റ് വരാം. നമുക്ക് 2 ഇരട്ടിയാണ് വന്നത്, ഞാൻ വിറ്റപ്പോൾ നമുക്ക് 2 ഇരട്ടിയാണ് വന്നത്. ഞാൻ ഒരു ഇരട്ടിയും കൂടെ ഇടുവാണ്, 240 എന്നാക്കി. എന്നിട്ട് 100 അടിച്ചു. എത്ര രൂപ വരുന്നു? 24,000 രൂപ വരുന്നു. നമ്മൾ കോഴി വാങ്ങിച്ചത് 12,000 രൂപയ്ക്ക്, നമ്മൾ കോഴി വിറ്റത് 24,000 രൂപയ്ക്ക്. യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലാഭമുള്ള പരിപാടിയാണ്. ലോങ് ടൈം റൺ ചെയ്ത് പോകുമ്പോൾ നല്ല ലാഭമാണ്. ഇപ്പോൾ ഇത് എമൗണ്ട് ഇപ്പം ഒരു ഫാമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം. അതായത് 1000 മുട്ട വേണമെന്ന് വയ്ക്കുക. 1000 മുട്ടയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 90,000 രൂപയാണ്. ഫുൾ എമൗണ്ട് കിട്ടുന്നത് 1,80,000 രൂപ കിട്ടും. അതിൻ്റെ അകത്ത് നമുക്ക് 90 വേസ്റ്റാണ്. അതായത് അതിനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ 90,000 രൂപ നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇതുപോലെ ഫാം പോലെ റൺ ചെയ്യിപ്പിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെൻ്റെ ഒരു അനുഭവം, അതായത് എൻ്റെ വീട്ടിൽ ചെയ്ത കാര്യം വെച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞാനൊരു നോർമൽ പേഴ്സണാണ്, അല്ലാതെ റിച്ചോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. നോർമൽ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാറ്. പിന്നെ ജെന്യുവൻ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഞാൻ മാക്സിമം ചെയ്യാറ്. നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു ഈ ഐഡിയ പറയണമെന്ന് തോന്നിയതാണ്. ഇന്നാളെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറയണമെന്ന് തോന്നി. പിന്നെ ചിലവരിത് കേൾക്കത്തില്ല. പിന്നെ ഇത് വ്യക്തമായില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജസ്റ്റ് ഒന്നും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് എന്നെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് അറിയിക്കുകയോ അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഒന്ന് മെസ്സേജ് ഇടുകയോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന് കോൺടാക്റ്റ് ചെയ്യുകയോ എന്ത് ചെയ്താലും മതി. ഞാൻ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ക്ലിയർ ചെയ്ത് ഇതെൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഒരു സമൂഹത്തിലുള്ള ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇത് ഇപ്പോൾ ഞാൻ ഓൺലൈനായിട്ട് മണി മേക്കിങ് പറഞ്ഞല്ലേ. അപ്പോൾ എൻ്റെത് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന കുറച്ച് മെത്തേഡ്സാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ അവിടെ കുറേ യൂട്യൂബ് ചാനലുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നറിയില്ല. അതായത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലത്തെ മണി മേക്കിംഗ് ചാനലുകൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അതിൽ അവർക്കൊക്കെ നല്ല സബ്സ്ക്രൈബറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ കുറേ കാര്യങ്ങൾ എന്താ പറയുന്നത്, ഫേക്കാണ് പറയുന്നത്. ഓക്കെ,
അത് പറഞ്ഞാലും ആളുകൾ അത് കാണുന്നുണ്ട് എന്നുള്ളതിലാണ് എനിക്കതൊരു അതിശയം. കാരണം 200ഉം 1 മില്യൺ വ്യൂസൊക്കെ അവർക്ക് കിട്ടുമ്പോൾ അതൊന്നും വർക്കാവുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം ഞാൻ ഇനി അടുത്ത വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഇതേപോലത്തെ ഓൺലൈനും ഓഫ്ലൈൻ ബിസിനസ്സും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതിൻ്റെ കൂടെ തന്നെ അവരുടെ വീഡിയോസ് ഇതേപോലത്തെ ഫേക്ക് ആയിട്ടുള്ള വീഡിയോസ് എടുത്തിട്ട് അതിനൊന്ന് റിയാക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് എന്താ വർക്കാവോ ഇല്ല എന്നുള്ളത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ കാണിച്ചു തരും. ഓക്കെ, അതായത് അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പം നമുക്ക് ലോങ് ടൈമിൽ, അതായത് ഞാനിപ്പോൾ വെബ്സൈറ്റ് തുടങ്ങിയില്ലേ, അതൊക്കെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താലേ പറ്റുള്ളൂ. ഇതല്ല, നമുക്ക് 10 മിനിറ്റ് കണ്ടാൽ ഒരു 40,000 രൂപ, 5 മിനിറ്റ് കണ്ടാൽ ഒരു 20,000 രൂപ കിട്ടി എന്ന് പറഞ്ഞിട്ട് വരില്ലേ. അങ്ങനെ കിട്ടുമോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ അങ്ങനത്തെ ഒരു വീഡിയോസ്, അതൊരു സ്കാമാണ് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ആ വീഡിയോ ചെയ്യും. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പം ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്. ബൈ ബൈ.